ക്യാബിനറ്റിലേക്ക് കൂടുതൽ വിശ്വസ്തരെ പ്രഖ്യാപിച്ച് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മാർക്കോ റൂബിയോ പുതിയ വിദേശകാര്യ സെക്രട്ടറിയാകും. ഫ്ലോറിഡയിൽ നിന്നുള്ള US സെനറ്ററാണ് റൂബിയോ. പുതിയതായി പാർട്ടിയിലെത്തിയ തുൾസി ഗബാർഡ് നാഷണൽ ഇൻ്റലിജൻസ് മേധാവിയാകും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര മറ്റ് വിശദാംശങ്ങൾ നൽകും. എന്തായാലും ഇഷ്ടക്കാരെ എല്ലാ സ്ഥലത്തും പ്രതിഷ്ഠിക്കാൻ ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചു എന്നുള്ള വാർത്തയാണ്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ നടപടികളെടുത്ത ഒരുപാട് ആളുകൾ ഈ പ്രസിഡന്റ് സെക്രട്ടേറിയറ്റിലുണ്ട്. അവരെയൊക്കെ മുഴുവനായി മാറ്റി അദ്ദേഹത്തിന് അറിയാവുന്ന ആളുകളെയും വിശ്വസ്തരെയും ഏൽപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് എസ് കെ പറഞ്ഞതുപോലെ ഏറ്റവും വിശ്വസ്തരെ ഡൊണാൾഡ് ട്രംപ് ക്യാബിനറ്റിൽ ഒന്നൊന്നായി കൊണ്ടുവരികയാണ്. ഹൈന്ദവ വിശ്വാസിയായ തുൾസി ഗബാർഡ് ആയിരിക്കും പുതിയ അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ. നേരത്തെ ഈ തുൾസി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ആയിരുന്നു. പിന്നീടാണ് ഈ അടുത്ത കാലത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് വന്നത്. സെനറ്റ് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ 17 രഹസ്യാന്വേഷണ ഏജൻസികളുടെ ചുമതലയായിരിക്കും തുൾസിക്ക് ഉണ്ടാവുക. സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പാഴ്ചെലവുകളൊക്കെ നിയന്ത്രിക്കുവാനുള്ള ഗവൺമെന്റിന് പുറത്തുള്ള ഏജൻസിയായ ഡോജ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ മലയാളിയായ വിവേക് രാമസ്വാമിയും അതുപോലെ ശതകോടീശ്വരൻ ഇലോൺ മസ്കുമായിരിക്കും ഈ ഡിപ്പാർട്ട്മെന്റിനെ നിയന്ത്രിക്കുക. ഫെഡറൽ ഏജൻസികളെ പുനഃക്രമീകരിക്കുവാനും ഉള്ള ഈ ഏജൻസി സർക്കാരിൽ നിന്ന് പുറത്തുള്ള ഒരു ഏജൻസി ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതുപോലെ പെന്റഗണിൽ നേതൃമാറ്റം വേണമെന്ന് നിരന്തരമായി വാദിച്ചുകൊണ്ടിരുന്നയാളാണ് ട്രംപിന്റെ പുതിയ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ പെന്റഗണിൽ വലിയ തോതിൽ ഒരു പിരിച്ചുവിടൽ ഉണ്ടായേക്കുമെന്നാണ്. ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ഉൾപ്പെടെ നേതൃനിരയിലെ നിരവധി പേരുടെ കസേര തെറിക്കും. അതുപോലെ 2021 അഫ്ഗാനിൽ നിന്ന് US സൈന്യത്തെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും നടത്താതെ പിൻവലിച്ചത് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. ഇതിന് ഉത്തരവാദികളായ ജനറൽമാർക്കും പണി പോകുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ആദ്യം ഉരുളുന്ന തലകളിൽ ഒന്ന് എയർഫോഴ്സ് ജനറൽ CQ ബ്രൗണിന്റെ ആയിരിക്കും. അതുപോലെ നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ ഫ്ലോറിഡയിൽ നിന്നുള്ള മാർക്കോ റൂബിയോ ആയിരിക്കും സുപ്രധാന പദവിയായ സ്റ്റേറ്റ് സെക്രട്ടറിയിലായിട്ട് വരാൻ പോകുന്നത്. ക്യൂബൻ വംശജനാണ്. ഇന്ത്യയോട് ഏറെ താല്പര്യമുള്ള ഒരു സെനറ്റർ കൂടിയാണ് മാർക്കോ റൂബിയോ. SK നേരത്തെ ഇന്ന് പകൽ 11 മണിക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US പ്രസിഡന്റ് ജോ ബൈഡനും ഇതാദ്യമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സമാധാനപരമായ അധികാര കൈമാറ്റം ഉണ്ടാകുമെന്ന് ബൈഡൻ ആവർത്തിച്ചു പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെയൊക്കെ നടുവിലായിരുന്നു ഈ കൂടിക്കാഴ്ച. ചിരിയും തമാശയും ഒക്കെ ആയിട്ടാണ് ഈ കൂടിക്കാഴ്ച അവസാനിച്ചത്. SK. താങ്ക് യു മധു കൊട്ടാരക്കര. ഇടുക്കിയിലെ മാട്ടുപ്പെട്ടിയിൽ സീപ്ലെയിൻ പറന്നിറങ്ങിയത് അതീവ പരിസ്ഥിതി ലോല മേഖലയിലെന്ന് വനംവകുപ്പിൻ്റെ റിപ്പോർട്ട്. ഈ പ്രദേശത്ത് സീപ്ലെയിൻ സർവീസ് നടത്തിയാൽ മനുഷ്യ മൃഗസംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് സീപ്ലെയിൻ ഇറങ്ങാൻ കഴിയുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. SK മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസറാണ് ഈ പരിസ്ഥിതി മേഖലയിൽ അതീവ പരിസ്ഥിതി മേഖലയിലാണ് സീപ്ലെയിൻ ലാൻഡ് ചെയ്തെന്ന റിപ്പോർട്ട് ഇടുക്കി ജില്ലാ കളക്ടർക്ക് കൈമാറിയത്. പ്രത്യേകിച്ച് ഈ മാട്ടുപ്പെട്ടി റിസർവോയർ സ്ഥിതി ചെയ്യുന്നതിന് 3 കിലോമീറ്റർ ഏരിയൽ ചുറ്റളവിൽ ആനമുടി, കുരിഞ്ഞിമല, അതോടൊപ്പം തന്നെ പാമ്പാടിഞ്ചോല, ഈ 3 പാർക്കുകളും നാഷണൽ പാർക്കുകളും സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ഇവിടെ ഈ ആനകളുടെ അധിവാസ കേന്ദ്രമാണ്. ആനത്താര അടക്കമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് സീപ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോൾ അത് ആനകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നീട് അവ പുറത്തേക്ക്, അതായത് ഈ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിന്റെ ഇതിവൃത്തം. ഒപ്പം ഇത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വനംവകുപ്പ് പറയുന്നില്ല. മറിച്ച് മറ്റൊരു സ്ഥലം കണ്ടെത്തണം. ഈ മാട്ടുപ്പെട്ടി റിസർവോയറിന് അപ്പുറത്ത് മറ്റൊരു സ്ഥലം വനംവകുപ്പിനോടുകൂടി കൂടിയാലോചിച്ച ശേഷം കണ്ടെത്തി അങ്ങോട്ടേക്ക് സീപ്ലെയിൻ ഇറക്കണം. അതല്ല എങ്കിൽ വലിയ പ്രകൃതി പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഈ സീപ്ലെയിൻ പറന്നിറങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വനംവകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെങ്കിലും അവിടുത്തെ CPM പ്രവർത്തകരടക്കം, പ്രത്യേകിച്ച് MM മണി അടക്കമുള്ള ആളുകൾ വനംവകുപ്പിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ വനംവകുപ്പ് കുറച്ചുകൂടി ആധികാരികമായി ശാസ്ത്രീയമായി എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ എന്നൊരു റിപ്പോർട്ടാക്കി തന്നെ ജില്ലാ കളക്ടർക്ക് നൽകിയിരിക്കുന്നു. ആ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ മാട്ടുപ്പെട്ടി റിസർവോയർ ഡാം എന്നിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഈ സീപ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റേണ്ടി വരുമെന്നാണ്. ഒപ്പം ഇതൊരു രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കൂടി വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നേരത്തെ തന്നെ ഇടുക്കിയിൽ വനംവകുപ്പും CPM-ഉമായി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ, തർക്കങ്ങൾക്കെല്ലാം ആക്കം കൂട്ടും ഈ റിപ്പോർട്ടും എന്നുറപ്പാണ് SK.